2025 തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 5 വർഷമായി LDF ഭരിച്ചിരുന്ന നന്നമുക്ക് പഞ്ചായത്ത് ഇത്തവണ 19 വാർഡുകളായി വിഭജിക്കപ്പെട്ടിരിക്കുകയാണ്. വിഭജനത്തിന് ശേഷവും LDF അധികാരത്തിൽ തുടരുമോ അതോ UDF NDA അധികാരം പിടിച്ചെടുക്കുമോ? ചങ്ങനൂരത്തെ മാധ്യമ പ്രവർത്തകരുടെ അഭിപ്രായം തേടാം. നന്നമുക്ക് പഞ്ചായത്തിൽ 17 സീറ്റിലാണ് കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പ് നടന്നത്. ഇത്തവണ 2 സീറ്റുകൾ കൂടി 19 സീറ്റിലാണ് മത്സരം നടക്കുന്നത്. കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിൽ 8 വീതം സീറ്റുകളാണ് LDFും UDFും നേടിയത്. 1 സീറ്റ് BJP. അതോടെ നറുക്കെടുപ്പിലൂടെയാണ് LDF അധികാരത്തിൽ വന്നത്. നമുക്ക് പഞ്ചായത്തിലെ 4-ാം വാർഡിലെ UDFിൻ്റെ സ്ഥാനാർത്ഥി നറുക്കെടുപ്പിലൂടെ തന്നെയാണ് വിജയിച്ചത്. 2 സ്ഥാനാർത്ഥികൾക്കും തുല്യ വോട്ടുകൾ വന്നതോടെ അവിടെ നറുക്കെടുപ്പിലൂടെയാണ് UDF വിജയിച്ചത്. UDF അവിടെ വിജയിച്ചതോടെ പഞ്ചായത്തിലും നറുക്കെടുപ്പ് വേണ്ടി വന്നു. ലീഗിന് 3 സീറ്റും കോൺഗ്രസിന് 5 സീറ്റും CPMന് 8 സീറ്റുമാണ് പഞ്ചായത്തിലുണ്ടായിരുന്നത്. ഇത്തവണ BJPക്ക് 1 സീറ്റ്. ഇത്തവണ ശക്തമായ മത്സരമാണ് നമുക്ക് പഞ്ചായത്തിൽ നടക്കുന്നത്. BJP 3 സീറ്റിലെങ്കിലും നല്ല മത്സരം നടത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാ മുന്നണിയും നല്ല ശുഭപ്രതീക്ഷയിലാണ് അവിടെ മത്സരം നടത്തുന്നത്. നന്നമുക്ക് പഞ്ചായത്തിനെ പറ്റി പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ 17 സീറ്റ് എന്നുള്ളത് 19 സീറ്റായിട്ട് മാറിയിട്ടുണ്ട്. ഒന്ന് 9-ാം വാർഡ് പുതുതായിട്ട് വന്നൊരു സീറ്റാണ്, നമ്മുടെ അമേൽ അയനിച്ചോട് ഉൾപ്പെടുന്ന ഒരു പ്രദേശം. 2 എന്ന് പറയുന്നത് 15-ാം വാർഡാണ്, മനപ്പടിയ ഭാഗം ഉൾപ്പെടുന്ന ഒരു വാർഡാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം അങ്ങനെ 2 വാർഡുകളാണ് പിന്നെ നന്നമുക്ക് പഞ്ചായത്തിൽ പുതുതായിട്ട് വന്ന വാർഡുകൾ. ഈ നന്നമുക്ക് പഞ്ചായത്തിൻ്റെ ചരിത്രം നോക്കുമ്പോൾ 2 പാർട്ടികളെയും തുണച്ചിട്ടുണ്ട്. CPM മാറി മാറി ഭരിച്ചിട്ടുണ്ട്, UDF മാറി മാറി ഭരിച്ചിട്ടുണ്ട്. നന്നമുക്ക് പഞ്ചായത്തിൻ്റെ ചരിത്രം എടുത്ത് നോക്കുമ്പോൾ എന്നാൽ ഇത്തവണ നല്ലൊരു മത്സരം നന്നമുക്ക് പഞ്ചായത്തിൻ്റെ ചില വാർഡുകളിൽ നല്ലൊരു മത്സരം നടക്കുന്നുണ്ട്. അത് സുധീർ പറയാം ഏതൊക്കെ വാർഡുകളിലാണ് മത്സരം നടക്കുന്നത് എന്നുള്ളത്. അങ്ങനെയാണ് അതിൻ്റെ ഒരു ഇത് നിലനിൽക്കുന്നത്. പിന്നെ BJP ചിലയിടങ്ങളിലൊക്കെ നല്ലൊരു മത്സരം കാഴ്ചവെക്കുന്നുണ്ട് എന്നുള്ളത് ഇപ്പോൾ ഇവിടെ പറഞ്ഞു. നിലവിൽ അവർക്കൊരു സീറ്റാണുള്ളത്. പിന്നെ SC വനിതയാണ് ഇപ്രാവശ്യം പ്രസിഡൻ്റായിട്ട് നന്നമുക്ക് പഞ്ചായത്തിൽ പുതുതായിട്ട് വരുന്നത്. SC വനിതയാണ്. സ്വാഭാവികമായിട്ടും ജനറലാവും വൈസ് പ്രസിഡൻ്റായിട്ട് വരും. അങ്ങനെയാണ് നന്നമുക്ക് പഞ്ചായത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു ഇതുള്ളത്. പിന്നെ അങ്ങനെയാണ് ഇപ്പോൾ അതിൻ്റെ ഒരു പൊതു ചരിത്രം അങ്ങനെയാണ് ഉള്ളത്. നന്നമുക്ക് പഞ്ചായത്തിലെ നമ്മളിപ്പോൾ മറ്റു പഞ്ചായത്തുകളെ പറയുന്നത് പോലെ ഒരു ഏകപക്ഷീയമായിട്ടുള്ള ഒരു മുന്നണിയുടെ ഇത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ 2 മുന്നണികളും തുല്യമായിട്ടുള്ള ഒരു സാധ്യത കൽപ്പിക്കുന്ന ഒരു പഞ്ചായത്താണ് നന്നമുക്ക് പഞ്ചായത്ത്. കഴിഞ്ഞ പ്രാവശ്യം റസ്നത്ത് പറഞ്ഞല്ലോ, ടോസിലൂടെയാണ് ഇടതുപക്ഷം പ്രസിഡന്റ് സ്ഥാനം വൈസ് പ്രസിഡന്റ് സ്ഥാനം കരസ്ഥമാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇപ്രാവശ്യം സാഹചര്യങ്ങൾ വ്യത്യസ്തമൊന്നുമല്ല. 2 മുന്നണികളും ശക്തമായിട്ടുള്ള മത്സരം തന്നെയാണ് നടക്കുന്നത്. അതിനു പുറമെ BJPയും 3 വാർഡുകളിൽ അവർ നല്ല പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അതിൽ ശക്തമായിട്ടുള്ള മത്സരങ്ങൾ നടക്കുന്ന വാർഡുകളാണ് 1-ാം വാർഡ്. 1-ാം വാർഡ് കഴിഞ്ഞ വർഷം UDF പിടിച്ചെടുത്തൊരു വാർഡാണ് 1-ാം വാർഡ്. അതുവരെ CPM നേടിയിരുന്നൊരു വാർഡാണ് 1-ാം വാർഡ്. അത് കഴിഞ്ഞ പ്രാവശ്യമാണ് UDF ഇത് പിടിച്ചെടുത്തത്. ആ വാർഡിൽ ഇപ്രാവശ്യം നല്ല ശക്തമായിട്ടുള്ള മത്സരം തന്നെയാണ് നടക്കുന്നത്. അതുപോലെ 2-ാം വാർഡ്, 3-ാം വാർഡ്, 4, 5, 13, 15, 18 തുടങ്ങിയ വാർഡുകളിലൊക്കെ നല്ല ശക്തമായിട്ടുള്ള മത്സരങ്ങൾ തന്നെ നടക്കുന്നുണ്ട്. നമുക്ക് മറ്റ് ആലങ്കോട് പഞ്ചായത്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നന്നമുക്ക് പഞ്ചായത്തിൽ 2 മുന്നണികളും വളരെ ശക്തമായിട്ടുള്ള മത്സരങ്ങളാണ് നടക്കുന്നത്. അതിൽ കഴിഞ്ഞ പ്രാവശ്യം 1 സീറ്റിലായിരുന്നു BJP ലീഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്രാവശ്യം BJP 3 വാർഡുകളിലാണ് അവർ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയിട്ട് ഉള്ളത്. വാർഡ് വിഭജനത്തോടു കൂടി പല വാർഡുകളും നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു ഘടനയിൽ നിന്ന് മാറിയപ്പോൾ ഇപ്പോൾ നമുക്ക് ഏത് വാർഡ് ആരെ തുണക്കും എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തോ അല്ലെങ്കിൽ നമുക്കൊരു വോട്ടിംഗ് ആ ഒരു പാറ്റേൺ നമുക്ക് ഇപ്രാവശ്യം നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ പല വാർഡുകളുടെ പല സ്വാധീനമുള്ള മേഖലകളും മറ്റു വാർഡുകളിലേക്ക് പോവുകയും അവിടുന്ന് മറ്റു വാർഡിന്റെ ഭാഗങ്ങൾ ഇങ്ങോട്ട് കൂടിച്ചേരുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ശക്തമായിട്ടുള്ള മത്സരമാണ് നന്നമുക്കിൽ നടക്കുന്നത്.
ജയപരാജയങ്ങൾ നമുക്ക് പ്രവചനാതീതമാണ്. എന്തായാലും ശക്തമായിട്ടുള്ള മത്സരം തന്നെയാണ് അവിടെ നടക്കുന്നുണ്ട്. അവിടുത്തെ വേറൊരു പ്രത്യേകത, സംസ്ഥാനത്തിന് അപൂർവങ്ങളിൽ അപൂർവം എന്ന് പറയുന്ന രീതിയിൽ ഒരു CPM അതെ മത്സരം നടക്കുന്നുണ്ട് അവിടെ. അത് 16-ാം വാർഡിലാണ്. അല്ല ഔദ്യോഗികമായിട്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. CPIയുടെ പ്രാദേശികമായിട്ടുള്ള നേതാവ്. അത് CPM-നെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചിട്ടാണ് UDF-ന്റെ ഒരു സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു, ആദ്യം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അതല്ലെങ്കിലും ഈ നന്നമുക്ക് പഞ്ചായത്തിലൊക്കെ നമ്മൾ കണ്ടുവരാറുള്ള ഒരു ഇതാണ്, അവിടെ CPI-യും CPM-ഉം അത്ര ഒരു സ്വരച്ചേർച്ചയിലല്ല. അത് അതെ അതിന് മുന്നത്തെ തെരഞ്ഞെടുപ്പിൽ CPI-ക്ക് ഒരു സീറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. CPI-ക്ക് 13-ാം വാർഡ് CPI-ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഈ തെരഞ്ഞെടുപ്പിലൊന്നും CPI-നെ ഈ മറ്റേ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്കൊന്നും ഒരു കാര്യമായിട്ട് പരിഗണിക്കാറില്ല. കാരണം ഇവിടെ CPI അത്ര ഒരു ശക്തിയല്ല എന്നുള്ളതാണ് അവരുടെ ആ ഒരു അതെ. അതുപോലെ തന്നെ ചെറുകിട പാർട്ടിയായ മറ്റേ RJD അവരും ഇപ്രാവശ്യം CPM-നെതിരെ ഒരു പ്രസ്താവനയൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ CPI-യും CPM-ഉം തമ്മിലുള്ള ഒരു പോരാട്ടം പോലെ തന്നെയാണ് അവിടെ ഒരു ഇത് കാണുന്നത്. നമ്മൾ പുറമേ നിന്ന് നമുക്ക് നോക്കുമ്പോൾ അത് കാണുന്നത്. കാരണം CPI-യുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് UDF-ന്റെ പിന്തുണയോടെ അവിടെ സ്വതന്ത്രനായിട്ട് മത്സരിക്കുന്നത്. അപ്പൊ ആ ഒരു വാർഡും ഒരു ശ്രദ്ധേയമായിട്ടുള്ള പോരാട്ടം തന്നെയാണ് അവിടെ നടക്കുന്നത്. പക്ഷെ മറ്റു വാർഡുകളിലെ CPI-ക്കുള്ള വോട്ടുകൾ UDF-ന് കൊടുക്കാം എന്നുള്ള ഒരു രഹസ്യമായിട്ടുള്ള ഒരു ധാരണ ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അതിലെ ഈ ആലങ്കോട് കാണാത്ത ഒരു സംഭവം നന്നമുക്കിൽ കണ്ടിട്ടുള്ളത് എന്താ വെച്ചാല്, പ്രതിപക്ഷം കുറച്ച് സ്ട്രോങ് ആയിരുന്നു കഴിഞ്ഞ ഭരണസമിതിയിൽ. നിരന്തരമായ സമരങ്ങൾ നടന്നിരുന്നു. പഞ്ചായത്തിനകത്തും പുറത്തുമായിട്ട് നിരന്തരമായ സമരങ്ങൾ ഭരണസമിതിയുടെ പ്രവർത്തനങ്ങൾക്ക് എതിരെ നടന്നിരുന്നു. അത് ജനറൽ വാർഡുകളിൽ കൂടുതൽ വിജയിച്ചു വന്നിട്ടുണ്ടായിരുന്നത് ഈ പ്രതിപക്ഷ മെമ്പർമാരായിരുന്നു. പ്രതിപക്ഷത്തിലായിരുന്നു കൂടുതൽ ജനറൽ സീറ്റുകൾ. അതുകൊണ്ട് തന്നെ ആ ഒരു സമര സാന്നിധ്യങ്ങളും പഞ്ചായത്തിൽ ഈ പ്രതിപക്ഷത്തിന്റെയും കൂടി വിശ്വാസത്തിലെടുത്തിട്ടാണ് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുള്ളൂ. അല്ലാതെ കഴിയില്ല. കാരണം ഈ വോട്ടിങ്ങിന്റെ വിഷയങ്ങളൊക്കെ വരുമ്പോൾ നിർണായക കാര്യങ്ങൾ തീരുമാനിക്കണമെങ്കിൽ പ്രതിപക്ഷത്തിന്റെ വിശ്വാസത്തിലെടുക്കണം. അപ്പൊ അതുകൊണ്ട് എന്നിരുന്നാൽ പോലും പ്രതിപക്ഷം വളരെ ക്രിയാത്മകമായിട്ട് കഴിഞ്ഞ തവണ നന്നമുക്ക് പഞ്ചായത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. കാരണം ഒരുപാട് സമരങ്ങൾ നമ്മളൊക്കെ വാർത്തകളിൽ നിന്ന് വ്യത്യസ്തമായ സമരങ്ങൾ കാര്യങ്ങളൊക്കെ നന്നമുക്ക് പഞ്ചായത്തിനകത്ത് ഉണ്ടായിട്ടുണ്ട്. നല്ലൊരു പ്രതിപക്ഷമായിട്ട് അവർ പ്രവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ പ്രതിപക്ഷത്തിന്റെ റോൾ എടുത്തതുകൊണ്ട് ഭരണപക്ഷം ഒന്നുകൂടെ ആക്റ്റീവ് ആവാൻ അവർക്ക് കഴിയും ചെയ്യും. അതുപോലെ തന്നെ നന്നമുക്ക് പഞ്ചായത്തിൽ ശക്തമായ പോരാട്ടം നടക്കുന്ന ഒരു വാർഡാണ് 18-ാം വാർഡ്. നിലവിലെ പഞ്ചായത്ത് പ്രസിഡന്റ് ജനറൽ വനിതയായിരുന്ന പ്രസിഡന്റ് ജനറൽ വാർഡിൽ മത്സരിക്കുന്നു എന്നുള്ളൊരു പ്രത്യേകതയും കൂടി ആ ഒരു 18-ാം വാർഡിലുണ്ട്. അത് അതെ അത് ഞാൻ പറയാൻ വരുന്നത്, അവിടെ 3 പ്രാവശ്യം മെമ്പർ ആയിട്ടുള്ള ഒരു വൈസ് പ്രസിഡന്റും ആയിട്ടുള്ള ഒരു വ്യക്തിയും മുൻ വൈസ് പ്രസിഡന്റും നിലവിലെ പ്രസിഡന്റും കൂടി ഉള്ള ഒരു മത്സരമാണ് അവിടെ. ഒരു ശക്തമായിട്ടുള്ള പോരാട്ടം തന്നെയാണ്. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഇടതുപക്ഷം വിജയിച്ച ഒരു സീറ്റാണത്. അതിൽ ഇപ്രാവശ്യം UDF അല്ലെങ്കിൽ മുസ്ലിം ലീഗ് 3 ടേം എന്നുള്ള ആ ഒരു നിബന്ധന അതിനെ മറികടന്നുകൊണ്ടാണ് ജില്ലാ നേതൃത്വത്തിന് പ്രത്യേക അതൊരു കടമ്പയാണ്. 3 വർഷം 3 പ്രാവശ്യം മത്സരിച്ചവർക്ക് സീറ്റ് ഇല്ല എന്നുള്ളത് ഒരു ഇതാണ്. ഒരു ടൈം വിട്ട് നിന്നു എന്നുള്ള ഒരു സർക്കുലർ പിന്നീട് വന്നു. അതുകൊണ്ടാണ് മത്സരിക്കാൻ ഒരു ടൈം വിട്ട് നിന്നവർക്ക് 3 ടൈം മത്സരിച്ച് ഒരു ടൈം മാറുന്നവർക്ക് മത്സരിക്കാം എന്നുള്ള സർക്കുലർ അവസാനം വന്നതുകൊണ്ടാണ്. എന്തായാലും പ്രത്യേക പരിഗണനയിൽ തന്നെയാണ് 18-ാം വാർഡിൽ മുസ്ലിം ലീഗ് അവിടെ സ്ഥാനാർത്ഥിനെ പ്രഖ്യാപിച്ചത്. അതോടുകൂടി പിന്നെ അതുമല്ല അവിടെ ഒരു ഇടതുപക്ഷത്തിനൊരു സ്വതന്ത്രനും കൂടി വന്നിട്ടുണ്ടായിരുന്നു തുടക്കത്തിൽ. അത് പിന്നെ അവർ ചർച്ച ചെയ്തിട്ട് പിൻവലിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് CPM അവർക്ക് പല ഉറപ്പുകളൊക്കെ കൊടുത്തിട്ട് അത് അവർ പിൻവലിച്ച് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. അതും കൂടി ഉണ്ടായിരുന്നെങ്കിൽ അവിടെ ഒരു ശക്തമായിട്ടുള്ള ഒരു മത്സരം തന്നെ നിലവിൽ തന്നെ ശക്തമായിട്ടുള്ള മത്സരമാണ്. ആ ഇടതുപക്ഷത്തിന്റെ സ്വതന്ത്രനും കൂടി ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് ഇടതുപക്ഷത്തിന് ഒരു തിരിച്ചടിയായിരുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ജയപരാജയങ്ങൾ നമുക്ക് പറയാൻ കഴിയാവുന്നതിലപ്പുറമാണ് അവിടുത്തെ തെരഞ്ഞെടുപ്പ്. അവിടെ വേറൊരു സംഭവം ഉള്ളതെന്ന് വെച്ചാൽ അവിടുത്തെ നേരത്തെ കോൺഗ്രസിന്റെ മെമ്പറും പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ഒരു വ്യക്തി BJP-യുടെ സ്ഥാനാർത്ഥിയാണ്. അതൊരു തമാശയാണ്. അതുപോലെ തന്നെ വേറൊരു നമുക്കൊക്കെ സന്തോഷിക്കാനുള്ള ഒരു ഭാഗം എന്ന് വെച്ചാൽ നമ്മുടെ 2 സഹപ്രവർത്തകർ സ്ഥാനാർത്ഥി മാധ്യമപ്രവർത്തകരായിട്ടുള്ള 2 പേരും നമ്മുടെ ശങ്കരകുളം പ്രസ് ക്ലബിലെ 2 പേര് നന്നമുക്ക് പഞ്ചായത്തിൽ ജനവിധി തേടുന്നുണ്ട്. 5-ാം വാർഡിലും 11-ാം വാർഡിലും നല്ല ശക്തമായിട്ടുള്ള പോരാട്ടം നടക്കുന്ന 2 വാർഡുകളാണത്.
5ാം വാർഡില് സുനീറ അൻവർ അതുപോലെ 11ാം വാർഡില് ആഷിഖ് നല്ല മുക്കും മത്സരരംഗത്തുണ്ട്. ഈ 11ാം വാർഡിലും നല്ല മത്സരം ബിജെപിക്ക് അത്യാവശ്യം പക്ഷെ അവിടെ സാധ്യത ഇല്ല, പക്ഷെ അവിടെ ബിജെപിക്ക് അത്യാവശ്യം വോട്ടുണ്ട്, ബിജെപിക്ക് വോട്ടുണ്ട്. പക്ഷെ മത്സരം LDF ഉം UDF ഉം തമ്മിലാണ് വോട്ട് പിടിക്കുന്നത്. അതെ അതെ. തെരഞ്ഞെടുപ്പിൽ പല കൗതുകങ്ങളും ഉണ്ടാവും തെരഞ്ഞെടുപ്പിൽ. അപ്പൊ നമുക്ക് സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 3 ദമ്പതികൾ അവിടെ മത്സരരംഗത്തുണ്ട് എന്നുള്ളതാണ്. ഒന്ന് BJPയുടെ ഒരു നിലവിലെ മെമ്പർ വിനയനും അവിടെ മത്സരിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ കോൺഗ്രസിന്റെ ഭാഗത്ത് 2 പേരുണ്ട് മത്സരരംഗത്ത്. ഒന്ന് മറ്റേ ഈ മുസ്തഫ ചാൽപറമ്പിൽ അദ്ദേഹത്തിന്റെ വൈഫ് നിഷ മാട്ട 5ാം വാർഡിൽ മത്സരിക്കുന്നുണ്ട്. പിന്നെ 1ാം വാർഡില് മറ്റേ നിലവിലെ മെമ്പർ രാഗി മത്സരിക്കുന്നുണ്ട്. അവരുടെ ഭർത്താവ് 19ാം വാർഡിൽ മത്സരിക്കുന്നുണ്ട്, രമേശൻ. അപ്പൊ അങ്ങനെ ഒരു പ്രത്യേകത ഇതുണ്ട്. പിന്നെ നിലവില് മത്സരിക്കുന്ന കുറച്ച് മെമ്പർമാര് പക്ഷെ നമുക്ക് ജനവിധി തേടുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ രാഗി രമേശ് മത്സരിക്കുന്നുണ്ട്, മുസ്തഫ മത്സരിക്കുന്നുണ്ട്, UDFിലത്തെ കാര്യമാണ് പറയുന്നത്. പിന്നെ ശാന്തിനി രവീന്ദ്ര മത്സരിക്കുന്നുണ്ട്, ഫയാസ് മത്സരിക്കുന്നുണ്ട്. പിന്നെ അറിയില്ലുണ്ടോ UDFിനകത്തുള്ള പിന്നെ മിസിരിയ മത്സരിക്കുന്നുണ്ട്, കൗസല്യ മത്സരിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ BJPയുടെ നിലവിലുള്ള മെമ്പർ സബിത മത്സരിക്കുന്നു. BJPയുടെ അങ്ങനെ കുറച്ച് പ്രത്യേകതകള് കുറച്ചൊരു താര ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് അവിടുത്തെ ബ്ലോക്ക് ഡിവിഷനുകളാണ്. ബ്ലോക്ക് ഡിവിഷൻ സംബന്ധിച്ചിടത്തോളം 3 ഡിവിഷനാണ് അവിടെ ഉള്ളത്. നേരത്തെ പറഞ്ഞ പോലെ 2.5 ആയിട്ടാണ് കിടക്കുന്നത്. ഒന്ന് മൂക്കുത്തറ ഡിവിഷനും ഒന്ന് പള്ളിക്കര ഡിവിഷനും പിന്നെ ചങ്ങരോട് ഡിവിഷനും. അതിൽ 4 വാർഡുകൾ നന്നമുക്കിനുണ്ട്. നന്നമുക്ക് പഞ്ചായത്തിന്റെ 1, 2, 3, 4 വാർഡുകളാണ് ചങ്ങരോട് ഡിവിഷന്റെ നന്നമുക്കിലുള്ളത്. ഈ പള്ളിക്കര ഡിവിഷന്റെ 1 വാർഡ് കിഴിക്കരയുണ്ട്. ബാക്കി 7 വാർഡുകളാണ് നന്നമുക്കിലുള്ളത്. ആലക്കോട് പഞ്ചായത്തിന്റെ കിഴിക്കര. പിന്നെ മൂക്കുത്തറ ഡിവിഷന്റെ 8 വാർഡുകളും നന്നമുക്ക് പഞ്ചായത്തിന്റെ ഉള്ളതാണ്. അപ്പൊ ഈ 3 ഡിവിഷനെ സംബന്ധിച്ചിടത്തോളം ചങ്ങരോത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു. പിന്നെ ഈ പള്ളിക്കര ഡിവിഷൻ നിലവിൽ UDFിന്റെ ഒരു ഇതിലാണ് അത് പോണത്. ഒരു ടൈം മാത്രമാണ് അവിടെ CPM ജയിച്ചത്. പിന്നെ അത് UDFിന്റെ ഒരു ഇതിലാണ് പോണത്. കഴിഞ്ഞ തവണ UDFിന്റെ മെമ്പറായിരുന്നു, മുസ്ലിം ലീഗിന്റെ മെമ്പറായിരുന്നു UDFിനകത്ത്. പിന്നെ ഈ മൂക്കുത്തല ഡിവിഷൻ എന്ന് പറയുന്നത് പിന്നെ ടൈറ്റ് ആയിട്ടുള്ള മത്സരം നടക്കുന്ന ഒരു ഡിവിഷനാണ്. എങ്കിലും ഇപ്പൊ ഒരു മത്സരം ഉണ്ട്. നേരത്തെ CPM ജയിക്കുന്ന ഒരു ഡിവിഷനാണത്. പക്ഷെ എന്നാലും അധികം ഒരു വോട്ടിന്റെ വ്യത്യാസത്തിലല്ല അത് ജയിക്കാറുള്ളത്. കുറഞ്ഞ വോട്ടുകൾക്ക് ജയിക്കുന്ന ഒരു ഡിവിഷനാണ്. തീർച്ചയായും. നല്ല ഇതിന്റെ മുന്നേ തന്നെ മറ്റേ അലിമോൻ നരണിപ്പുഴയും അതുപോലെ മുഹമ്മദ് അലിക്ക് മത്സരിച്ചിരുന്ന ആ ഒരു സമയത്ത് നല്ലൊരു ടൈറ്റ് ആയിട്ടുള്ള മത്സരം നടന്നിരുന്ന സമയമാണ്. കഴിഞ്ഞ തവണയും ചെറിയ മാർജിനാണ്. അതെ അതെ, അവിടെ ഒരു കുറഞ്ഞ മാർജിനിലാണ് ജയിക്കാറുള്ളത്. ഇപ്രാവശ്യം അതുപോലെ തന്നെ യുവാക്കളായിട്ടുള്ള 2 പേരാണ് മത്സരിക്കുന്നത്. UDFിന്റെ മുസ്ലിം ലീഗിലെ അഡ്വക്കേറ്റ് നിയാസും പിന്നെ അതുപോലെ കരീം കോഴിക്കലും. 2 പേരും നല്ല ശക്തമായിട്ടുള്ള BJPക്ക് സ്ഥാനാർത്ഥിയുണ്ട്. നമ്മുടെ സ്ഥാനാർത്ഥിയുണ്ട്. പക്ഷെ അന്നത്തേക്കും വാർഡിലൊരു ചെറിയ മാറ്റം വന്നിട്ടുണ്ട്. ഘടന ഒരു വാർഡ് മാറിയിട്ടുണ്ട്. 12ാം വാർഡ് ഇപ്പൊ കല്ലുറുമ 12ാം വാർഡ് പിന്നെ മൂക്കുതൽ ഡിവിഷനിലേക്ക് പോയിട്ടുണ്ട്. മാട്ടമായിരുന്നു മുന്നേ മൂക്കുതൽ ഡിവിഷനിൽ ഉണ്ടായിരുന്നത്. മാട്ടം പള്ളിക്കരക്കും വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു ചെറിയൊരു മാറ്റം ഈ മൂക്കുതൽ ഡിവിഷനിൽ വന്നിട്ടുണ്ട്. എന്തായാലും നല്ലൊരു ശക്തമായൊരു മത്സരം ഇപ്രാവശ്യം മൂക്കുതൽ ഡിവിഷനിൽ നടക്കുന്നുണ്ട്. UDF പറയുന്നുണ്ട് തിരിച്ചു പിടിക്കുമെന്ന് പറയുന്നുണ്ട്. LDF നിലനിർത്തും എന്നവരും പറയുന്നുണ്ട്. അങ്ങനെയാണ് അവിടുത്തെ ബ്ലോക്കിനെ സംബന്ധിച്ചിടത്തോളം. പിന്നെ പള്ളിക്കരയാണ്. പള്ളിക്കര SC വാർഡാണ്, SC ജനറലാണ് എന്നുള്ളത്. UDFിലെ ഒരു അനിത പ്രകാശൻ കഴിഞ്ഞ തവണ മൂക്കുതൽ ഡിവിഷനിൽ UDFിന് വേണ്ടി മത്സരിച്ച് പരാജയപ്പെട്ട അനിത പ്രകാശനാണ് ഇത്തവണ പള്ളിക്കര ഡിവിഷനിൽ UDFിന് വേണ്ടി ജനവിധി വരുന്നത്. മുൻ മെമ്പർ മധു ആണ് മറ്റേ പള്ളിക്കര ഡിവിഷനിൽ LDFിന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ളത്. പക്ഷെ അവിടെ BJPക്ക് സ്ഥാനാർത്ഥിയില്ല. പള്ളിക്കര ഡിവിഷനിൽ BJP സ്ഥാനാർത്ഥി ഒരു നല്ലൊരു വോട്ടുണ്ട്. പക്ഷെ അതുപോലെ 8 വാർഡുകളിലും നേരത്തെ പറഞ്ഞ പോലെ 11ാം വാർഡ് ഇതിൽ ഉൾപ്പെടുന്നതാണ്. അവിടെ BJPക്ക് പക്ഷെ BJPക്ക് അവിടെ സ്ഥാനാർത്ഥിയില്ല. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യമാണ് ഈ ബ്ലോക്ക് ഡിവിഷനെ കുറിച്ചിട്ട് പറയാനുള്ളത്.